ആരാണ് ഈ ഉത്തമയായ സ്ത്രീ? അവർക്ക് വേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഭർത്താവിനെ ദൈവമായി കാണുന്നവൾ, കുടുംബത്തെ സംരക്ഷിക്കുന്നവൾ, സ്വന്തം കുട്ടികളെ നന്നായി നോക്കുന്ന ആൾ, സ്വന്തം ജോലി നോക്കുന്ന ആൾ. ഇങ്ങനെയൊക്കെയാണ് ഉത്തമയായ സ്ത്രീ. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ സോക്കോൾഡ് എല്ലാ കാര്യങ്ങളും നോക്കി, വീട്ടുകാരെ നോക്കി, മക്കളെ നോക്കി, സമൂഹത്തെ നോക്കി, ഭയങ്കര നന്നായി ജീവിക്കുന്ന സ്ത്രീ. പക്ഷെ അവർക്കൊരു 3 കാമുകന്മാരുണ്ട്. കാരണം അവർക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. അവരെ നിങ്ങൾ ഉത്തമയായ സ്ത്രീയായിട്ട് കാണുന്നത്? തിരിച്ചു വെച്ചിട്ട് ഒരു ഉത്തമനായ പുരുഷൻ ഈ പറയുന്ന പോലെ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് മക്കളെ നന്നായിട്ട് നോക്കി, കുടുംബത്തെ നന്നായിട്ട് നോക്കി, സഹോദരങ്ങളെ നന്നായിട്ട് നോക്കി, അദ്ദേഹത്തിന് 3 കാമുകന്മാരുണ്ടെങ്കിൽ ശരി, കാമുകിമാരുണ്ടെങ്കിൽ ശരി. പക്ഷേ ഇതിൽ ഞാൻ തെറ്റൊന്നുമില്ല. കാരണം ഉപദ്രവിക്കാത്രത്തോളം അതിൽ എനിക്ക് എതിരഭിപ്രായമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീ പിഴച്ചവളായിട്ടാണ് പറയപ്പെടുക. അങ്ങനെയുള്ള ഒരു പുരുഷൻ അവൻ ബാക്കി എല്ലാം ചെയ്യുന്നില്ലേ, അവൻ കുടുംബം നന്നായി മാനേജ് ചെയ്യുന്നില്ലേ, പിന്നെ അവനിപ്പോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അവന്റെ ഭാര്യ അങ്ങോട്ട് സഹിച്ചാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പങ്ക് വെക്കപ്പെടാൻ ആരും അങ്ങനെ ആഗ്രഹിക്കാറില്ല. നമ്മളൊന്ന് നോക്കും, ഇപ്പൊ നമ്മളൊരു സഹോദരന്റെ സ്നേഹം, ഭാര്യയുടെ സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, ഇതൊന്നും വേറൊരാളുമായിട്ട് പങ്കുവെക്കപ്പെടാൻ നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. പങ്കുവെക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം അങ്ങനെയുള്ളവരെ സമൂഹം എങ്ങനെ കാണുന്നുള്ളത് സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ലല്ലോ. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. എപ്പോഴും നിങ്ങൾ നോച്ചു ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ എപ്പോഴും യാഥാസ്ഥികരായിട്ട് നമ്മുടെ സെലിബ്രിറ്റീസിൽ തന്നെ ഒത്തിരി പുരുഷന്മാരുണ്ട്, 2 കല്യാണം കഴിച്ചവരോ അല്ലെങ്കിൽ അവർക്ക് അറിയപ്പെടുന്ന പാർട്ട്നേഴ്സ് 2 പേരുള്ളവരൊക്കെ ആയിട്ടുള്ളവരുണ്ട്. അവരൊന്നും ആരും മോശമായിട്ട് പറയുന്നത് കേട്ടില്ല. പക്ഷേ ഏറ്റവും റീസെന്റ് ഒരു ആക്ട്രസ് ഇപ്പം അവർ 3ാമത് കല്യാണം കഴിച്ചു, അതായത് ആദ്യത്തെ 2 ഡിവോഴ്സ് ആയി 3ാമത് കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ വന്നിട്ടുള്ള അതൊരു പെണ്ണായതുകൊണ്ട് മാത്രം. സാധാരണക്കാരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഞാൻ സെലിബ്രിറ്റീസ് അവരുടെ വ്യക്തിപരമായ രീതിയിൽ അവരുടെ കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചോളം നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ചട്ടക്കൂടുകൾക്കകത്ത് നിൽക്കുന്ന ഈ സാധാരണക്കാരുടെ ഇടയിൽ ഭർത്താവിന് ഒരു അഫയർ ഉണ്ടായി അയാൾ വേറെ സ്ത്രീയുടെ കൂടെ പോയാലും അയാൾ തിരിച്ചു വന്നാൽ ഭാര്യ സ്വീകരിക്കും. ഭാര്യയ്ക്ക് ഒരു അഫയർ ഉണ്ടായി തിരിച്ചു വന്നാൽ എത്ര ഭർത്താക്കന്മാർ സ്വീകരിക്കില്ല? കാരണം സ്ത്രീകൾക്കുണ്ട് ചേട്ടാ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും. അതാണ് അതിന്റെ മെയിൻ കാര്യം. പക്ഷെ അത് സമൂഹം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമല്ല താല്പര്യം. ഞാൻ ആ ഒരു യാഥാസ്ഥിക ഈ ഒരു മനോഭാവത്തിലേക്ക് ആൾക്കാർ ഇപ്പോഴും ഐഡിയലി ഈ പറയുന്ന പോലെ ഉത്തമയായ സ്ത്രീ എന്ന് പറയുന്ന പോലെ തന്നെ ഉത്തമനായ പുരുഷൻ എന്ന് പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. അവനവനെയും ദ്രോഹിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തമൻ അല്ലെങ്കിൽ ഉത്തമ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ബോധമണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നമ്മുടെ ബോധ്യമുണ്ട്, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അല്ലാണ്ട് വേറൊരാൾ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടോ വേറൊരാളെ കാണിക്കാനോ നാട്ടുകാരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു കാണിക്കാനോ വേണ്ടി ആ ഒരു ചില ആളുകളുണ്ട് ഫുൾ ടൈം ഭയങ്കര പ്രാർത്ഥനയായിട്ട് നടക്കുന്നവരുണ്ട്, എന്നാൽ അവരുടെ സ്വഭാവം വളരെ മോശമായിരിക്കും. എന്റെ കേട്ടൻ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ബേസിക്കലി ഉത്തമമായ സ്ത്രീ എന്ന് പറയുമ്പോൾ നന്നായി പെരുമാറാനും സംസാരിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും അറിയാവുന്ന ഒരു നല്ല സ്ത്രീ. അതിനോട് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ അവരുടെ ചെറിയ ആഗ്രഹങ്ങളും അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളും ഞങ്ങൾക്ക് കുറച്ച് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഈ ചെറിയ ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞ അതൊക്കെ അല്ല, ചെറുതിന്റെ മാത്രമല്ല ഞാൻ പറഞ്ഞ അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളിലേക്കും ഒക്കെ എത്താനുള്ള ശ്രമം അവര് നടത്തണം. അപ്പൊ അങ്ങനെ നടത്തി പോകുമ്പോഴാണ് അല്ല അത് നേരെ തിരിച്ചുകൊണ്ടല്ലോ. ഇപ്പം ചില ആഗ്രഹങ്ങളിലൊക്കെ തടയുന്ന സ്ത്രീകളും ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇതൊക്കെ ഒരു പരസ്പര ധാരണയോട് സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് വരുന്ന പലപ്പോഴും പറയും ആ സ്ത്രീകൾ ഇന്ന് ചതിക്കുന്നു വഞ്ചിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ സത്യത്തില് പുരുഷന്മാർ ചതിക്കുന്നതിന്റെ 1% പോലും സ്ത്രീകൾ ചതിക്കുന്നു. അതൊരു ജനറലൈസേഷൻ. എനിക്ക് തോന്നുന്നു അതിനൊന്നും അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും പറയാൻ പറ്റില്ല. ഇത്ര സ്ത്രീകൾ ചതിക്കുന്നു അല്ലെങ്കിൽ ഇത്ര പുരുഷന്മാർ ചതിക്കുന്നു അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ചേട്ടാ, ഞങ്ങളുടെ കൺസെപ്റ്റിൽ ഉത്തമനായ പുരുഷനെ കുറിച്ച് പറയാം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയും. ഉത്തമനായ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു ശാന്തമായിരിക്കണം, കലിപ്പനാവരുത്. അല്ലെ, നമ്മളെ തിന്നാൻ വരുന്ന ഒരുത്തരം നമുക്ക് ഒരു താല്പര്യമില്ല. കലിപ്പന്റെ കാന്താരി ആവുന്ന അതൊക്കെ ആ പ്രായത്തിലുള്ള മണ്ടത്തരാണ്. അത് കല്യാണമൊക്കെ കഴിഞ്ഞോടുകൂടി എല്ലാ കാന്താരിമാരുടെയും ഉണ്ട്. പക്ഷെ ഒരു കല്യാണം കഴിച്ച് അതേപോലെ കല്യാണം കഴിച്ചു ഒന്ന് ശാന്തനായിരിക്കണം, 2 സങ്കടം വന്നാൽ കരയാൻ അറിയുന്നവനായിരിക്കണം, 3 നമ്മളെടുത്ത് കമ്പാഷനോട് സംസാരിക്കാൻ അറിയണം. നമ്മളെന്ന് ഉദ്ദേശിക്കുന്ന പെണ്ണുങ്ങൾ മാത്രമല്ല, ലൈഫിൽ വരുന്ന എല്ലാ മനുഷ്യൻ്റെ അടുത്തും കമ്പാഷനോട് സംസാരിക്കാൻ അറിയുന്നതായിരിക്കണം. പാമ്പറിങ്
കിട്ടാൻ ആഗ്രഹിക്കുന്ന പോലെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവനായിരിക്കണം, നോർമൽ ആയിരിക്കണം. ഇതാണ് നമ്മുടെ കണ്ണിലുള്ള ഒരു കൺസെപ്റ്റ്. അല്ലാണ്ട് നമ്മൾ ഈ ഭയങ്കര ഒരു നിങ്ങൾ ഭയങ്കരമായിട്ട് കുടുംബം നോക്കുന്നു, ശരി, വലിയ ബിസിനസ്സൊക്കെ നോക്കുന്നു, എല്ലാം കൃത്യമായിട്ട് കാശ് വീട്ടിൽ കൊണ്ടുവരുന്നു, ബാക്കി എല്ലാത്തിനും നിങ്ങളൊരു ഫെയിലിയർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്ക് വേറെയും റിലേഷൻഷിപ്പുകൾക്കൊക്കെ സാധ്യതയൊക്കെ ഉണ്ട്. ഉത്തമയായ പുരുഷൻ എന്നല്ല, അധപതിച്ചു പോയ പുരുഷൻ പറയേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാവിലെ 8 മണിക്കാണ് എണീക്കണമെങ്കിൽ അവൾ ഉത്തമയല്ല. ഞങ്ങളുടെ അല്ല, ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അത് നമ്മൾ അതാ ഞാൻ പറഞ്ഞ, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് താമസിക്കുമ്പോൾ തികഞ്ഞ ധാരണയോടുകൂടി താമസിക്കുക, കാര്യങ്ങൾ ഇല്ല. നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റത്തിൽ ഒരു വീട്ടിലൊരാണ് 9 മണി വരെ കിടന്നുറങ്ങുകയാണെങ്കിൽ ആരും പറയില്ല, അവൻ പാവം ഉറങ്ങിക്കോട്ടെ എന്നേ പറയുള്ളൂ. അതെന്റെ ഭാര്യയാണ് 9 മണി വരെ കിടന്നുറങ്ങുന്നത് വെച്ചാൽ വഴിയിലുള്ള ആൾക്കാർ, അടുത്ത വീട്ടുകാർ, കുടുംബത്ത് വേറെ ഏതൊക്കെ രാജ്യങ്ങളിൽ കുടുംബക്കാരുണ്ട് അവരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടാവും, ഇവിടെ 9 മണി വരെ കിടന്നുറങ്ങിയിട്ടുണ്ടാവുന്നു. എന്നിട്ട് അവൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഉമ്മർത്തിരുന്നിട്ട് റിമോട്ട് ഓൺ ചെയ്യുന്ന ഒരു ഭാര്യ എന്ന് പറയുന്നത് ഒരു ഉത്തമയായിട്ട് ഭാര്യയായിട്ട് നിങ്ങൾ ആരും കൺസെപ്റ്റ് കൂട്ടില്ല. ഹസ്ബൻഡിനേക്കാൾ ദൂരം യാത്ര ചെയ്ത് വരുന്നവരായിരിക്കും. അപ്പം നമ്മളൊക്കെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ട് ഇരുന്ന് പച്ചക്കറി അരിയുന്ന ടീച്ചർമാരെയൊക്കെ, കാരണം വീട്ടിൽ ചെന്നിട്ട് വേണം അടുത്ത റൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ കാറ്റഗറിയിൽ ആരാണ് പറയുന്നത്? ഇപ്പോൾ ഒരു വീട്ടിൽ 9 മണി വരെ കിടന്ന് ഉറങ്ങുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ആ വീട്ടിലെ അമ്മായിയമ്മയല്ലേ പറയുന്നത്? നിങ്ങളുടെ അമ്മമാരെങ്ങനെയാണ് നിങ്ങളെ വളർത്തുന്നത്? ഇതിലിപ്പോ വീട്ടിലെ സ്ത്രീകളാണ് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. അതിന്റെ പിന്നിൽ റീസൺ ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ പുരുഷൻ പുറത്തു പോയിട്ട് ജോലി ചെയ്യും, സ്ത്രീ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പൊ പുരുഷന് രാവിലെ പോകണമെങ്കിൽ അതിനനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പെണ്ണുങ്ങൾ രാവിലെയൊക്കെ എണീക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ എണീറ്റില്ലെങ്കിൽ അവൾ എണീക്കാത്തതുകൊണ്ട് അവന് കിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് അടിച്ചേൽപ്പിച്ചിട്ടാണ് പെണ്ണുങ്ങൾ ആണുങ്ങളും പെൺമക്കൾക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങും, ഫേസ്ബുക്ക് തുടങ്ങും, പക്ഷെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി തുടങ്ങി കൊടുക്കും. അത് പറ്റില്ല. അത് സ്വന്തം മോളല്ലേ, ഭാര്യ വേറെ വീട്ടിലെ മോളല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.